ട്രെയിൻ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ വെയിറ്റിംഗ് ടിക്കറ്റ് എടുത്താലും കൺഫേം ടിക്കറ്റ് എടുത്താലും ഒക്കെ ക്യാൻസൽ ചാർജ് ഉണ്ട്. നിങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിലും ഇനി വെയിറ്റിംഗ് ടിക്കറ്റ് റെയിൽവേ ട്രെയിന് പുറപ്പെടുമ്പോൾ നിങ്ങൾ ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല, അങ്ങനെ ആ ടിക്കറ്റ് വെയിറ്റിംഗ് ആണെങ്കിലും അതിനും ക്യാൻസൽ ചാർജ് ഉണ്ട്. ഒരു ഉദാഹരണത്തിന് ഞാൻ 2 ദിവസം മുമ്പ് ഒരു ടിക്കറ്റ് എടുത്തു 5 പേർക്ക് കോഴിക്കോട് ടു എറണാകുളം വന്ദേ ഭാരതിൽ. ടിക്കറ്റ് വെയിറ്റിംഗ് 80-85 ആയിരുന്നു. സാധാരണ കറണ്ട് അവൈലബിൾ വരാറുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ടിക്കറ്റ് വെയിറ്റിംഗ് എടുത്തത്. ചാർട്ടായി ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല. 16, 17, 18, 19, 20 എന്നീ വെയിറ്റിംഗ് ലിസ്റ്റാണ് നമുക്ക് കിട്ടിയത്. ഓട്ടോമാറ്റിക് ക്യാൻസലായ ടിക്കറ്റ് ഓൺലൈൻ ടിക്കറ്റായിരുന്നു. പക്ഷേ ഫുൾ റീഫണ്ട് കിട്ടിയിട്ടുമില്ല. നമ്മുടെ കാരണം കൊണ്ടല്ല, റെയിൽവേ ട്രെയിനിൽ സീറ്റ് ഇല്ലാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക് അത് ക്യാൻസലായി. നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അതിന് വരെ ക്യാൻസൽ ചാർജ് ഉണ്ട്. നല്ലൊരു എമൗണ്ട് പോയി, ഏകദേശം 370 രൂപയോളം. പലരും ചിന്തിക്കുന്നത് ടിക്കറ്റ് നമ്മൾ ക്യാൻസൽ ചെയ്താൽ മാത്രമേ ക്യാൻസൽ ചാർജ് ഉണ്ടാകൂ എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. ട്രെയിനിൽ സീറ്റില്ല എങ്കിൽ റെയിൽവേ പോലും നമ്മുടെ ടിക്കറ്റ് കൺഫേം ആയില്ല. വെയിറ്റ് ലിസ്റ്റ് ആണെങ്കിൽ അതിന് വരെ ക്യാൻസൽ ചാർജ് ഉണ്ട്. നല്ലൊരു എമൗണ്ട് പോകും. അപ്പോൾ ബുക്ക് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ.